Hello everyone, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനാണ്. ഓക്കെ, ഇനി GD കോൺസ്റ്റബിൾ എക്സാം എഴുതാനായിട്ട് പോകുന്ന എല്ലാ ആസ്പിരൻസിനും വളരെ ബെനിഫിഷ്യൽ ആകുന്ന രീതിക്കുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SSC GD എക്സാം അനാലിസിസ് ഓഫ് memory based English questions that were asked in the past shifts of GD exam. Okay, കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ നടന്ന എക്സാമിൻ്റെ GD എക്സാമിൻ്റെ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കമ്പൈലേഷൻ തന്നെ ഉണ്ട്. ഓക്കെ, സോ യു ആർ ഗോയിങ് ടു ബെനിഫിറ്റ് ഫോർ ഷുവർ. അപ്പം ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് വാട്ട് എവർ വി ആർ ഡിസ്കസിങ് ഓവർ ഹിയർ will surely benefit you. Okay, I'm here, Shweta, along with you, and come on, let's start the session. So, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൺവേർട്ട് ദ ഗിവൻ സെൻറ്റൻസ് ടു പാസീവ് വോയിസ്. ഓക്കെ, അപ്പം ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ള ആ ഒരു സെക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെയധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അത് കറക്റ്റാക്കി കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് പറ്റില്ല അല്ലേ. നമുക്കറിയാം ഓവറോൾ ഒരു ജനറൽ ഐഡിയ ഉള്ളത് എന്താ, ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സെക്ഷൻ ആണ് എന്നുള്ളതാണ് അല്ലേ, വൈൽ കമ്പയറിംഗ് വിത്ത് അതർ സെക്ഷൻസ്. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ഒരു സെക്ഷനിൽ നമുക്ക് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ക്യാൻ ബിക്കം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ്, അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒന്നും വിട്ടുകളയാതിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസിലുള്ളൊരു സെൻറ്റൻസ് ആണ്. അതിനെ നമുക്ക് പാസീവ് വോയിസിലോട്ട് മാറ്റുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സെൻറ്റൻസിൻ്റെ ഫോം എങ്ങനെയായിരിക്കും എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ സെൻറ്റൻസ്. ഓക്കെ, എ ബിഗ് ക്യാറ്റ് ഇസ് ചേസിങ് എ പ്യൂനി റാറ്റ്. ഓക്കെ, ഒരു വലിയ ക്യാറ്റ് അല്ലേ, അത് ചേസ് ചെയ്യുന്നുണ്ട്. ആരെ? ഒരു പ്യൂനി ക്യാറ്റ്, റാറ്റിനെ. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആൻസർ ആയിട്ട് വരിക എന്നതാണ് ചോദ്യം. അപ്പം വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താ, ആ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസിലാണ് എന്ന് നോക്കുക. ഓക്കെ, സോ ഇവിടെ എ ബിഗ് ക്യാറ്റ് ഈസ് ചേസിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈസ് ഉണ്ട്, അപ്പം പ്രസൻറ്റ് ടെൻസ് ആണ്, ചേസിങ് ആണുള്ളത് അല്ലേ. ഇപ്പോൾ വേർബിൻ്റെ കൂടെ ING ഫോമാണ് വന്നിട്ടുള്ളത്. സോ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വോയിസിൻ്റെ കേസിൽ അതിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ടെൻസ് ഏതാണോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഒരിക്കലും ആ ടെൻസ് മാറുന്നില്ല നമ്മൾ പാസീവ് വോയിസിലോട്ട് സെൻറ്റൻസിനെ മാറ്റുന്ന സമയത്ത്. ഓക്കെ, സോ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളതാണ് എന്ന് മനസ്സിലായി അല്ലേ. ഇനി ING ഫോം വന്നിട്ടുണ്ടെങ്കിൽ, ആക്റ്റീവ് വോയിസിൽ ING ഫോം വന്നിട്ടുണ്ടെങ്കിൽ അത് പാസീവ് വോയിസിലോട്ട് മാറ്റുന്ന സമയത്ത് ബീയിങ് എന്നുള്ള വേർഡ് നമ്മുടെ ആൻസറിൽ ഉണ്ടാവും. ഓക്കെ, അത് ആലോചിച്ച് വയ്ക്കുക. ING എന്നുള്ള ഫോമുള്ള ഡയറക്റ്റ് സെൻറ്റൻസ് ആണ്, ഡയറക്റ്റ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പാസീവ് വോയിസിലോട്ട് മാറ്റുന്ന സമയത്ത് ബീയിങ് എന്നുള്ള വേർഡ് നമ്മുടെ ആൻസറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. A puny rat is chased by a big cat. Okay, a puny rat is being chased by a big cat. A puny rat was being chased by a big cat, and a puny rat is chasing a big cat. Okay, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ് അല്ലേ. കാരണം എന്താ, അതിൽ രണ്ടിലും ബീയിങ് എന്നുള്ള ഫോം ഇല്ല. ഓക്കെ, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ INGയുടെ ഫോമാണ് ഉള്ളത്. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസറിൽ എന്തുണ്ടാവും, ബീയിങ്ങിൻ്റെ ഫോം ഉണ്ടാവും. ഓക്കെ, അപ്പം ഓപ്ഷൻ ബിയോ ഓപ്ഷൻ സിയോ ആണ് നമ്മുടെ ആൻസർ. ഇനി ഓപ്ഷൻ ബിയിൽ എന്താ തന്നിരിക്കുന്നത്, ഈസ് ബീയിങ് ചേസ്ഡ്. ഓക്കെ, ഈസ് പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, ചേസ് എന്നുള്ള വാക്കിൻ്റെ V3 ഫോമാണ് എന്ത്, ചേസ്ഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈസ് ബീയിങ് ചേസ്ഡ് എന്ന് വരുമോ, വാസ് ബീയിങ് ചേസ്ഡ് എന്ന് വരുമോ എന്നതാണ് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസിൽ ടെൻസിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ടെൻസ് ഏതാ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് ടെൻസ് തന്നെയായിരിക്കും പാസീവ് വോയിസിലോട്ട് മാറ്റുന്ന സമയത്തും മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വാസ് എന്നുള്ളത് പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം ഈസ് ആണ് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ഏതാ, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് എ പ്യൂനി റാറ്റ് ഈസ് ബീയിങ് ചേസ്ഡ് ബൈ എ ബിഗ് ക്യാറ്റ്. ഓക്കെ,
Now, let's move on. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി, ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനായിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ശിവ സെഡ് ഐ ബോട്ട് എ ട്രക്ക് യെസ്റ്റർഡേ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലോട്ട് മാറ്റുന്ന സമയത്ത് ടെൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അപ്പം പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസ് തന്നെയായിരിക്കും പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് അതിൻ്റെ അതായത് പ്രസൻറ്റ് ടെൻസിലാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസിലായിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ച് വരുന്നത്. ഓക്കെ, സോ നോക്കൂ, ശിവ സെഡ് ഐ ബോട്ട് എ ട്രക്ക് യെസ്റ്റർഡേ എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസ് എങ്ങനെയുള്ള ഫോമാണ്? ലൈക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഫോമാണ് അല്ലേ. സി, ഐ ബോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോട്ട് എന്ന് പറയുന്നത് V2 ഫോം ഓഫ് ദ വേർബാണ്. അപ്പം ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതാണ്. അപ്പം ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുന്ന സമയത്ത് എങ്ങനെയായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരുന്ന കേസ് എവിടേക്കാണെന്ന് നോക്കൂ. ശിവ സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് എ ട്രക്ക് ദ പ്രീവിയസ് ഡേ. Shiva said that he has bought a truck the previous day. Okay, then Shiva said that he had bought a truck yesterday, and Shiva said that he has buy a truck the previous day. Okay, അപ്പോൾ നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് വേണ്ടത് എങ്ങനെയുള്ള ഫോമാണ്? ഹാഡ് പ്ലസ് V3 ആണ് അല്ലേ. ഹാഡിൻ്റെ കൂടെ തേർഡ് ഫോം ഓഫ് ദ വേർബ് വരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന രണ്ട് ആൻസേഴ്സേ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലുള്ളൂ അല്ലേ. അത് ഏതൊക്കെയാ? ഒന്നാമത്തേത് ഓപ്ഷൻ എ, അതുപോലെ രണ്ടാമത്തേത് ഓപ്ഷൻ സി അല്ലേ. ഇതിൽ രണ്ടിലുമാണ് ഹാഡ് ബോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നോക്കൂ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? സി, ആദ്യത്തേതിൽ ശിവ സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് കഴിഞ്ഞിട്ട് എ ട്രക്ക് ദ പ്രീവിയസ് ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്റ്റർഡേ എന്നുള്ളത് മാറിയിട്ട് പ്രീവിയസ് ഡേ ആയിരിക്കുന്നു. എന്നാലോ ഓപ്ഷൻ സിയിൽ ആ പ്രീവിയസ് ഡേ എന്നുള്ളത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ലൈക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുന്ന സമയത്ത് ലൈക്ക് യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ എന്നായിട്ട് മാറുന്നുണ്ട്. ടൈം റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിൽ വരുന്ന ചേഞ്ചസ് ആണത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ശിവ സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് എ ട്രക്ക് ദ പ്രീവിയസ് ഡേ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. It is an idiom related question. Okay, through thick and thin. Through thick and thin എന്നുള്ള idiom കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Is it under all circumstances? Okay, എല്ലാ സർക്യൂംസ്റ്റാൻസസിലും ഒരുമിച്ച് എന്നുള്ളൊരു അർത്ഥമാണോ through thick and thin എന്നുള്ള ഇഡിയത്തിനുള്ളത്? Or to keep on losing and gaining weight. Okay, ചില സമയത്ത് ലൈക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുക, ചില സമയത്ത് വെയിറ്റ് ലൂസ് ചെയ്യുക. ഈ ഒരു അവസ്ഥയാണോ through thick and thin എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Or to think about the pros and cons of something. Okay, pros and cons എന്ന് പറഞ്ഞത് എന്താ? നല്ല വശങ്ങളും ചീത്ത വശങ്ങളും. ഓക്കെ, അഡ്വാൻറ്റേജസും ലൈക്ക് ഡിസഡ്വാൻറ്റേജസും അല്ലെങ്കിൽ ലൈക്ക് ഇഷ്യൂസും ബെനിഫിറ്റ്സും. ഓക്കെ, അപ്പം ടു തിങ്ക് അബൌട്ട് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് സംതിങ് ആണോ? തിങ്കിങ് എൻറ്റയർ ഡേ, ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ആലോചിക്കുന്നതിനെയാണോ ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്നത് എന്നതാണ് ചോദ്യം. സോ ഓവർ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ഓൾ സർക്യൂംസ്റ്റാൻസസ് എന്നാണ് അർത്ഥം. ഓക്കെ, അത് നല്ല സർക്യൂംസ്റ്റാൻസസ് ആണെങ്കിലും ശരി, നന്നല്ലാത്തതാണെങ്കിലും ശരി, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പറയുന്നതിന് ഐ വിൽ ബി വിത്ത് യു ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ, നമ്മൾ മലയാളത്തിൽ ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറയാറില്ലേ, സെയിം തിങ്. ഓക്കെ, അപ്പം ഇതിൻ്റെ മീനിങ് എന്താണ് എന്നതാണ് ചോദ്യം. പീപ്പിൾ വിത്ത് എ ജനറസ് ഹാർട്ട്, വളരെ ജനറസ് ആയിട്ടുള്ള ഹാർട്ടോട് കൂടിയ ആളുകളെയാണോ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ എന്ന് പറയുന്നത്? ഓർ ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ ടുഗെദർ. ഓക്കെ, ഒരുമിച്ച് കുഴിയിൽ പോയി ചാടുന്നതിനെയാണോ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ എന്ന് പറയുന്നത്? ഓർ ടു ബി ഇൻ ടോട്ടലി ഹെൽപ്ലെസ് സിറ്റുവേഷൻ, വളരെ ലൈക്ക് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഉള്ളതിനെയാണോ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ പറയുന്നത്? ഓർ പീപ്പിൾ വിത്ത് സിമിലർ ക്യാരക്ടർ, ഒരുപോലെയുള്ള ലൈക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ആളുകളെയാണോ, ആറ്റിറ്റ്യൂഡ്സ് ഉള്ള ഒപ്പീനിയൻസ് ഉള്ള ആളുകളെയാണോ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ എന്ന് പറയുന്നത് എന്നതാണ് ചോദ്യം. സോ അവർ ആൻസർ ഇസ് ഒബ്വിയസ് അല്ലേ, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, പീപ്പിൾ വിത്ത് സിമിലർ ക്യാരക്ടർ. ഓക്കെ, അതാണ് ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബൂസം ഫ്രണ്ട്. ബൂസം ഫ്രണ്ട് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇസ് ഇറ്റ് എ ക്ലോസ് ഫ്രണ്ട് ഓർ ആൻ എനിമി ഓർ കൊളീഗ് ഓർ ഫേക്ക് ഫ്രണ്ട് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം
അപ്പം ബൂസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലോസ് ഫ്രണ്ടിനെയാണ് നമ്മൾ ബൂസം ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ ഹീ ഈസ് മൈ ബൂസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, സോ ഓവർ ഹിയർ our answer is option A. Now let's move on. ഇനിയുള്ളതൊരു ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് 4 സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏത് സെഗ്മെൻറ്റിലാണ് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് എന്നതാണ് ചോദ്യം. ഓക്കെ, സോ Alex prefers biology into chemistry, no error. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് വരും എന്നതാണ് ചോദ്യം. അലക്സ് പ്രിഫേഴ്സ് എന്നുള്ള സെഗ്മെൻറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, അതോ ബയോളജി ഇൻറ്റു എന്നുള്ള സെഗ്മെൻറ്റിലാണോ, ഒരു കെമിസ്ട്രി എന്നിടത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ, അതോ നോ എറർ ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു കാര്യം, അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് കോഫിയേക്കാൾ ടീ ആണ് ഇഷ്ടം എന്നുള്ള പ്രിഫറൻസ് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഐ പ്രിഫർ ടീ ടു കോഫി. ഓക്കെ, കോഫിയേക്കാൾ എനിക്കിഷ്ടം ടീ ആണ് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു എന്നുള്ള പ്രപ്പോസിഷനാണ്. ഓക്കെ, ഐ പ്രിഫർ കോഫി ടു ടീ എന്ന് പറഞ്ഞാൽ എനിക്ക് കോഫിയാണ് ടീയേക്കാൾ ഇഷ്ടം. ഓക്കെ, ഇവിടെ Alex prefers biology into chemistry എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അലക്സ് ബയോളജിയാണ് കെമിസ്ട്രിയേക്കാൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് കാണിക്കാനായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ തന്ന് അതിലൊന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഇറ്റ് ഇസ് ടു. ഓക്കെ, ഇൻറ്റു അല്ല ടു ആണ്, അതാണ് ഇവിടുത്തെ എറർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബയോളജി ഇൻറ്റു എന്നതിന് പകരം ബയോളജി ടു എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, സോ Alex prefers biology to chemistry എന്ന് വേണം വരാൻ. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ബയോളജി ഇൻറ്റു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യം തന്നെയാണ്. Please ensure that your seat belts are fastening securely. ഓക്കെ, ഇപ്പോൾ ഒരാൾ കാറിൽ പോവുകയാണ്, അപ്പം അയാളോട് പറയാണ്. ഓക്കെ, എന്താ പറയുന്നേ, സീറ്റ് ബെൽറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം എന്ന് പറയുവാണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ വരും എന്ന് നോക്കാം, എവിടെയാണ് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് എന്ന് നോക്കാം. പ്ലീസ് എൻഷുർ ദാറ്റ് എന്നുള്ളത് എറർ ഫ്രീ ആണ്. യുവർ സീറ്റ് ബെൽറ്റ്സ് ആർ എന്ന് പറയുന്നതും എറർ ഫ്രീ ആണ് അല്ലേ. ബെൽസ് എന്ന് പറയുമ്പം അത് പ്ലൂരൽ ആണ്, അപ്പോൾ അതിൻ്റെ കൂടെ പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ് വന്നിരിക്കുന്നത്. സോ ആർ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് ആണ്. പിന്നെയോ ഫാസ്റ്റനിങ് സെക്യൂർലി, അവിടെയാണ് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുന്നത്, എറർ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടേ, ഫാസ്റ്റനിങ് എന്നതിന് പകരം ഫാസ്റ്റൻഡ് എന്നുള്ള ഫോമാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, V3 ഫോം ഓഫ് ദ വേർബാണ് വരുന്നത് അല്ലേ. സോ ഇത് പാസീവ് വോയിസിലുള്ളൊരു സെൻറ്റൻസ് ആണ്, അപ്പം ഇവിടെ V3 ഫോം ഓഫ് ദ വേർബാണ് വരുന്നത്. സോ ഫാസ്റ്റനിങ് എന്നതിന് പകരം ഇവിടെ വേണ്ടത് ഫാസ്റ്റൻഡ് എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്താ, ഈ ഫാസ്റ്റനിങ് എന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതായിരിക്കണം അല്ലേ. അപ്പം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫോം അല്ല നമുക്ക് വേണ്ടത്. സോ ഇവിടെ വേണ്ടത് ഫാസ്റ്റൻഡ് എന്നുള്ള ഫോമാണ്. ഓക്കെ, സോ our answer is option C. Now let's move on. അടുത്ത ഗ്രാമാറ്റിക്കൽ എറർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഐ ഫോളോ യുവർ സജഷൻസ് ആൻഡ് നോബഡീസ് എൽസ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഭാഗത്താണ് എറർ ഉള്ളത് എന്ന് നോക്കാം. ഈ സെൻറ്റൻസിൻ്റെ ഫോർമേഷൻ ഇസ് ടോട്ടലി റോങ് അല്ലേ. ഐ ഫോളോ യുവർ സജഷൻസ് എന്നുള്ള അത്രയിടം ഇറ്റ് ഇസ് കറക്റ്റ്, ആൻഡ് നോബഡീസ് എൽസ് എന്നുള്ള ഭാഗത്താണ് നമുക്ക് എറർ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നോബഡീസ് എൽസ് എന്നതിന് പകരം വരേണ്ടത് എങ്ങനെയാണ്, നോബഡി എൽസ് എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, നോബഡീസ് എൽസ് അല്ല, നോബഡി എൽസ്, ELSE അപ്പോസ്ട്രോഫി S. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ആൻഡ് നോബഡീസ് എൽസ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യം, that social media platform have millions of users due to its data protection policy. ഓക്കെ, അപ്പം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിന് ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ പോളിസി ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന് മില്യൺസ് ഓഫ് യൂസേഴ്സ് ഉണ്ട് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മീഡിയ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലേ. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താ, അത് സിംഗുലർ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ വരേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ്. സോ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഹാവ് we need to use has. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോക്കാം. നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹാവ് മില്യൺസ് ഓഫ് യൂസേഴ്സ് എന്നതിന് പകരം വരേണ്ടത് ഹാസ് മില്യൺസ് ഓഫ് യൂസേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ,
Now, let's move on. See, അടുത്ത grammatical error related ആയിട്ടുള്ള question. The child always goes for sleep with a teddy bear എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ആ കുട്ടി എപ്പോഴും ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ എന്തുണ്ടാവും? ടെഡി ബെയർ ഉണ്ടാവും എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ഭാഗത്താണ് തെറ്റ് എന്നതാണ് ചോദ്യം. സി, ദ ചൈൽഡ് ഓൾവേസ് എന്നുള്ളത് എറർ ഫ്രീ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഗോസ് ഫോർ സ്ലീപ്പ് എന്നുള്ള ഭാഗത്താണ് നമുക്ക് എറർ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? ലൈക്ക് എങ്ങനെയാണ് നമ്മൾ പറയുക? ഗോ ടു സ്ലീപ്പ്, അല്ലേ? ഗോ ടു സ്ലീപ്പ് എന്നാണ് പറയുക, അല്ലാതെ ഗോസ് ഫോർ സ്ലീപ്പ് അല്ല. അപ്പോൾ ഫോർ എന്നുള്ള പ്രപ്പോസിഷന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് എന്താ? ടു എന്നുള്ള പ്രപ്പോസിഷനാണ്. ഓക്കെ, അപ്പം ഗോ ടു സ്ലീപ്പ് എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത ക്വസ്റ്റ്യൻ. Unless you will not prepare well, you will not get ഫസ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പം നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടൂല. അല്ലെങ്കിലോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കൂ. അൺലെസ് യു വിൽ നോട്ട് പ്രിപ്പയർ വെൽ എന്നാണ് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പം ഈ ആദ്യ ഭാഗത്ത് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ അൺലെസ് യു വിൽ നോട്ട് എന്ന് കാണാം, അല്ലേ? അവിടെ അൺലെസ് എന്നുള്ള വാക്ക് നെഗറ്റീവാണ്, നോട്ട് എന്നുള്ള വാക്കും നെഗറ്റീവ് കൊനോട്ടേഷൻ ഉള്ള വേർഡാണ്. ഓക്കെ, സോ നമുക്കറിയാം ഒരു സെൻറ്റൻസിൽ ഡബിൾ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് അത് ഗ്രാമാറ്റിക്കലി റോങ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെ വരണം സെൻറ്റൻസ്? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരുന്നുവെങ്കിൽ സെൻറ്റൻസ് എങ്ങനെ വരും? അൺലെസ് യു പ്രിപ്പയർ വെൽ യു വിൽ നോട്ട് ഗെറ്റ് ഫസ്റ്റ് ക്ലാസ് എന്ന് വരണം. ഓക്കെ, അപ്പോൾ അവിടെ വിൽ നോട്ട് എന്നുള്ള ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സെൻറ്റൻസിനെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അൺലെസ് യു വിൽ നോട്ട് എന്നുള്ള ഭാഗം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ലൈക്ക് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കാം. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിലൊരു ഭാഗം അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ചൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കുക, കുറച്ചുകൂടി ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദ സെൻറ്റൻസ്. റാം ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ആർ കമ്മിങ് ഫോർ ലഞ്ച്. ഓക്കെ, ഇവിടെ ആസ് വെൽ എസിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട്, അല്ലേ? അപ്പം നമുക്കറിയാം ലൈക്ക് റാം എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുപോലെ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. അപ്പം ഒരു സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റും ഒരു പ്ലൂരൽ ആയിട്ടുള്ള സബ്ജക്റ്റും ആസ് വെൽ ആസ് എന്നുള്ള വേർഡ് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സബ്ജക്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് റാം ആണ്, അത് സിംഗുലർ ആണ്. സോ അതിൻ്റെ കൂടെ വരേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ്. ഓക്കെ, സോ ആർ എന്നതിന് പകരം ഏത് വരണം? ഈസ് ആണോ, ഹാവ് ആണോ, ആർ നോട്ട് ആണോ, അത് ഇംപ്രൂവ്മെൻ്റ് ഒന്നും വേണ്ടേ എന്നതാണ് ചോദ്യം. നമുക്കറിയാം ആറല്ല വരേണ്ടത്, സിംഗുലർ ആയിട്ടുള്ള കേസിൽ ഈസ് ആണ് വേർബായിട്ട് വരേണ്ടത്. ഓക്കെ, സോ റാം ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഈസ് കമ്മിങ് ഫോർ ലഞ്ച് എന്ന് വരും. ഓക്കെ, സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് തന്നെയാണ്. Either the teacher or the students has gone to eat lunch. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചേഞ്ചസ് വരുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സി, ഈദർ ഓർ എന്നുള്ള കോറിലേറ്റീവ് കൺജങ്ഷൻ പെയർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പം എങ്ങനെയാണ് നമ്മളിത് ലൈക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്? ഈദർ ഓർ വരുന്ന സമയത്ത് ഓർ കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റ്, ഓക്കെ, അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഈദർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി വി നോ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താ? പ്ലൂരൽ ആണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ വരേണ്ടത് പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ് അക്കോർഡിംഗ് ടു സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് റൂൾസ്, അല്ലേ? സോ ഹാസിന് പകരം ഇവിടെ വരേണ്ടത് ഈസ് ആണോ, മൈറ്റ് ഹാസ് ആണോ, ഹാവ് ആണോ, അതോ നോ ഇംപ്രൂവ്മെൻറ്റ് ആണോ എന്നതാണ് ചോദ്യം. സോ നമുക്കറിയാം ഹാസിൻ്റെ പ്ലൂരൽ കേസിൽ വരുമ്പം ഹാവ് ആണ് വരേണ്ടത്. സോ ഈദർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ് ഹാവ് ഗോൺ ടു ഈറ്റ് ലഞ്ച് എന്ന് വരും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സെൻറ്റൻസ്. അപ്പം അടുത്തതും ഒരു സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
let's read the sentence. The wound on her hand is now healed completely. Okay, അപ്പോൾ എന്താ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അവളുടെ കയ്യിലുള്ള മുറിവ് അല്ലേ, അത് പൂർണ്ണമായിട്ടും ഭേദമായി എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈസ് നൗ ഹീൽ എന്നതിന് പകരം വരേണ്ടത് ഏതാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ഹാസ് നൗ ഹീലിംഗ് എന്ന് വരുമോ, ഈസ് നൗ ഹീൽഡ് എന്ന് വരുമോ, ഈസ് ഹീലിംഗ് നൗ എന്ന് വരുമോ, അതോ നോ ഇംപ്രൂവ്മെൻ്റ് ആണോ എന്നതാണ് ചോദ്യം. അപ്പം ഇപ്പം പൂർണ്ണമായിട്ടും ഭേദമായി എന്നുള്ള ഒരു അർത്ഥം വരുത്താനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് നൗ ഹീൽഡ് എന്നുള്ളതാണ്. ഓക്കെ, ഹീൽഡ് എന്നുള്ള വേർബിൻ്റെ ഫോം വേണം നമുക്കിവിടെ വരാനായിട്ട്. ഓക്കെ, സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, എന്തുകൊണ്ട് ഓപ്ഷൻ സി വന്നില്ല? ബിക്കോസ് ഇറ്റ് ഈസ് ഹീലിംഗ് നൗ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹീലിംഗ് എന്ന് പറയുമ്പം അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ് ഹീലിംഗ് നൗ എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ പൂർണ്ണമായിട്ടും ഭേദമായി എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഈസ് നൗ ഹീൽഡ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. Many accidents at the factory are caused of workers who don't read warning signs. Okay, അപ്പം ഫാക്ടറിയിൽ ലൈക്ക് ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്നതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ലൈക്ക് മോസ്റ്റ് ഓഫ് ദി വർക്കേഴ്സ് ആർ നോട്ട് റീഡിങ് വാർണിംഗ് സൈൻസ് എന്നാണ് പറയുന്നത്. വാർണിംഗ് സൈൻസ് വായിക്കാത്തത്, നോക്കാത്തത് കൊണ്ടാണ് ഫാക്ടറിയിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ആർ കോസ്റ്റ് ഓഫ് എന്നുള്ളത് മാറ്റി ഏത് ഓപ്ഷൻസിൽ ഏത് ചൂസ് ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടി ലൈക്ക് ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് കിട്ടുക എന്നതാണ് ചോദ്യം. സോ ആർ കോസ്റ്റ് ബിക്കോസ് ഓഫ് എന്ന് വരുമോ, ഓർ ഈസ് ദ കോസ് ഓഫ് എന്ന് വരുമോ, ഈസ് കോസ്റ്റ് ബൈ എന്ന് വരുമോ, അതോ നോ ഇംപ്രൂവ്മെൻ്റ് ആണോ എന്നതാണ് ചോദ്യം. അപ്പം ഇവിടെ ഒരു കാര്യം നടക്കുന്നത് ഇത് കാരണം കൊണ്ടാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ദറ്റ് ഈസ് ആർ കോസ്റ്റ് ബിക്കോസ് ഓഫ്. കാരണം എന്താ, ഇവിടെ മെനി ആക്സിഡൻറ്റ്സ് എന്നുള്ളതാണ് സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് വരുന്നത് അല്ലേ, അത് എന്താണ്, പ്ലൂരലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ വരേണ്ടത് പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയിലും സിയിലും ഈസിൻ്റെ യൂസേജ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഒബ്വിയസ്ലി നമുക്കത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ആർ കോസ്റ്റ് ബിക്കോസ് ഓഫ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി, ഹീ ഇസ് വെരി മച്ച് താങ്ക് ഫോർ യുവർ സപ്പോർട്ട് എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആ സെൻറ്റൻസ് ഗ്രമാറ്റിക്കലി കറക്റ്റ് അല്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വെരി മച്ച് താങ്ക് എന്നുള്ളത് മാറ്റിയിട്ട് ഏത് ചൂസ് ചെയ്താലാണ് കുറച്ചുകൂടി ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ വെരി താങ്ക്ഫുൾ എന്ന് വരുമോ, മച്ച് താങ്ക്സ് എന്ന് വരുമോ, വെരി മച്ച് താങ്ക്ഫുൾ എന്ന് വരുമോ, അതോ നോ ഇംപ്രൂവ്മെൻറ്റ് റിക്വയർഡ് ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ലൈക്ക് വെരി മച്ച് താങ്ക്ഫുൾ എന്നുള്ള ലൈക്ക് ആൻസർ ആണ്. ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ഹി ഈസ് വെരി മച്ച് താങ്ക്ഫുൾ ഫോർ യുവർ സപ്പോർട്ട് എന്ന് വരും. ഓക്കെ, കാരണം എന്താ, ആരാണ് താങ്ക്ഫുൾ ആയിരിക്കുന്നത്, ദറ്റ് ഇസ് ഹി അല്ലേ. അപ്പം ഇവിടെ സബ്ജക്റ്റിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു ആഡ്ജക്റ്റീവ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ താങ്ക്ഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെരി മച്ച് താങ്ക് എന്നതിന് പകരം വെരി മച്ച് താങ്ക്ഫുൾ എന്ന് വരുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്ത ക്വസ്റ്റ്യൻ. The servant was beaten through his master with a stick എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്. ഇത് ലൈക്ക് ഇതിൽ ഗ്രമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഇതിലേത് ഭാഗത്താണ് എറർ ഉള്ളത് എന്ന് നോക്കാം. സോ ദ സെർവൻറ്റ് വാസ് ബീറ്റൺ എന്നുള്ള ഭാഗം അത് കറക്റ്റാണ് അല്ലേ, അവിടെ എറർ ഒന്നും തന്നെയില്ല. ത്രൂ ഹിസ് മാസ്റ്റർ എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ആ ത്രൂ എന്നുള്ള വേർഡ് അല്ലേ, ആ ഒരു പെർട്ടിക്കുലർ പ്രിപ്പസിഷനാണ് ലൈക്ക് റോങ് ആയിട്ടുള്ളത്. അപ്പം എന്താണ് ഇവിടെ അർത്ഥം വരുന്നത്, അതായത് സെർവൻറ്റ് ലൈക്ക് മാസ്റ്ററാൽ അടിക്കപ്പെട്ടു അല്ലേ. എന്തുകൊണ്ട് അടിച്ചു, സ്റ്റിക്ക് കൊണ്ടാണ് അടിച്ചത്. അപ്പോൾ തന്നിരിക്കുന്നത് ലൈക്ക് ഒരു ലൈക്ക് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പം ഇത് നമുക്ക് ലൈക്ക് ഏത് ഭാഗത്താണ്, ത്രൂ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ ആ ഒരു ത്രൂ എന്നുള്ള പ്രപ്പോസിഷൻ മാറ്റി ഏത് വന്നാലാണ് നമുക്ക് കുറച്ചുകൂടി ലൈക്ക് ഈ ഒരു സെൻറ്റൻസിന് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആക്കാനായിട്ട് പറ്റുക എന്ന് ചോദിച്ചാൽ ലൈക്ക് ബൈ എന്നുള്ള വേർഡാണ് അല്ലേ. ദ സെർവൻറ്റ് വാസ് ബീറ്റൻ ബൈ ഹിസ് മാസ്റ്റർ വിത്ത് എ സ്റ്റിക്ക് എന്ന് വരും. ആരാലാണ് അടിക്കപ്പെട്ടത്, മാസ്റ്ററാലാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ബൈ എന്നുള്ള പ്രപ്പോസിഷനാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏത് ഭാഗത്താണ്, ത്രൂ ഹിസ് മാസ്റ്റർ എന്നുള്ള ഭാഗത്താണ് എറർ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ?
Now let's move on. അടുത്ത ക്വസ്റ്റ്യൻ. സി, ഇനിയുള്ളത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഗിവൻ ലൈക്ക് ഫ്രേസസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ, പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ലൈക്ക് അവസ്ഥയെ നമ്മൾ എങ്ങനെ വിളിക്കും എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് സൈക്കോസിസ് ഓർ കാർഡിയോഗ്രാം ഓർ സൈക്യാട്രി ഓർ നൺ ഓഫ് ദീസ്? ഒബ്വിയസ്ലി ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? ഇറ്റ് ഈസ് സൈക്യാട്രി അല്ലേ? പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് സൈക്യാട്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി, സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ like it is a mental issue, okay, mental problem ആണ്, where we will lose the connection with റിയാലിറ്റിയുമായിട്ടുള്ള കണക്ഷൻ നഷ്ടമാകുന്ന തരത്തിലുള്ള ഒരു മെൻ്റൽ ഇൽനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കംസ് കാർഡിയോഗ്രാം. കാർഡിയോഗ്രാം എന്ന് പറയുന്നത് എന്താ? ഹാർട്ടിൻ്റെ മസിൽ മൂവ്മെൻറ്റ്സ് അല്ലേ, അത് ലൈക്ക് അളക്കാനായിട്ട്, കാർഡിയോഗ്രാഫ് വെച്ച് അളക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സൈക്യാട്രി ആസ് വി ടോൾഡ് it is a treatment of personality disorder. Okay, so നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് it is option C. Okay, now let's move on. അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. A person who can speak several languages. ഒരുപാട് ലാംഗ്വേജസ് സംസാരിക്കാനായിട്ട് സാധിക്കുന്ന ഒരാളെ നമുക്ക് എങ്ങനെ വിളിക്കാം? Is he a linguist or archaic or literary or polyglot? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പോളിഗ്ലോട്ട് ആണ്. ഓക്കെ, പോളിഗ്ലോട്ട് ഈസ് എ പേഴ്സൺ ഹു ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജസ്. ഓക്കെ, ഇനി ഇത് ബൈലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ലാംഗ്വേജസ് സംസാരിക്കാൻ പറ്റുന്ന ആളെയാണ്. ട്രൈലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ലാംഗ്വേജസ് സംസാരിക്കാൻ പറ്റുന്ന, അതിൽ കൂടുതൽ ലാംഗ്വേജസ് സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ മൾട്ടി ലിംഗ്വിസ്റ്റുകൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ പോളിഗ്ലോട്ട് ആണ്. ഓക്കെ, ഇനി ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ who is able to speak or use the language in a very efficient way. Archaic എന്ന് പറഞ്ഞാലോ? ആർക്കെയിക് എന്ന് പറഞ്ഞാൽ ലൈക്ക് കാലഹരണപ്പെട്ട, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ യൂസ് ചെയ്യാത്ത ഒന്നിനെയാണ് എന്ത് പറയുന്നത്? ലൈക്ക് ആർക്കെയിക് എന്ന് പറയുന്നത്. ആൻഡ് ലിറ്റററി എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ലിറ്ററേച്ചർ. ഓക്കെ, അപ്പം എഴുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ലിറ്റററി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ our answer is option D, that is polyglot. Okay, now let's move on. Now let's see the next question. So ഇതൊരു fill in the blank type question ആണ്. Okay, so the given sentence is I want to dash home. Okay, വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? സോ ഐ വോണ്ട് ടു ഡാഷ് ഹോം. നമുക്കറിയാം ടുവിന് ശേഷം വരേണ്ടത് എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വേർബാണ്, അല്ലെങ്കിൽ V1 ഫോം ഓഫ് ദ വേർബാണ്. ഓക്കെ, സോ ഇവിടെ വെൻറ്റ് എന്നുള്ളത് V2 ഫോം ഓഫ് ദ വേർബാണ്. ഗോ എന്നുള്ളതാണ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ഗോയിങ് എന്ന് പറയുമ്പോൾ അത് ING ഫോമായി അല്ലേ, കണ്ടിന്യൂസിൻ്റെ ഫോമായി. ഗോൺ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഫോമിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസ് ഫോം എന്ന് പറയുന്നത് ഗോ ആണ്. സോ our answer is option B. ഓക്കെ, സോ ഐ വാണ്ട് ടു ഗോ ഹോം എന്ന് വരും. Okay, now let's see the next question. See, ഇതും ഒരു fill in the blank type question ആണ്. This living room looks really dash. Okay, I think we need to put up some bright curtains. Okay, അപ്പോൾ ഈ ലിവിംഗ് റൂം കാണുന്ന സമയത്ത് എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? വിൻഡി ആയിട്ടാണോ, അതോ ലൈവ്ലി ആയിട്ടാണോ, അതോ ഡിഞ്ചി ആയിട്ടാണോ, അതോ എയറി ആയിട്ടാണോ എന്നതാണ് ചോദ്യം. ഓക്കെ, I think we need to put up some ബ്രൈറ്റ് കേർട്ടൻസ്. നമുക്ക് ഇവിടെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കേർട്ടൻസ് ഇടണം എന്നാണ് എനിക്ക് തോന്നുന്നേ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഏത് വരും? റിയലി വിൻഡി വരുമോ, ലൈവ്ലി എന്ന് വരുമോ, ഡിഞ്ചി എന്ന് വരുമോ, എയറി എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് ഡിഞ്ചി. ഓക്കെ, ഡിഞ്ചി എന്ന് പറഞ്ഞാൽ ഡൾ ആയിട്ടില്ല, ബ്രൈറ്റ് അല്ലാത്ത ഒരവസ്ഥയാണ് ഡിഞ്ചി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് തന്നെയാണ്. ആ ഡോക്ടേഴ്സ് ഫസ്റ്റ് കൺസേൺ ഇസ് ദ ഡാഷ് ഓഫ് ഹിസ് പേഷ്യൻസ്. ഓക്കെ, അപ്പം ഒരു ഡോക്ടറിൻ്റെ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത്, ആദ്യത്തെ ലൈക്ക് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അയാളുടെ അല്ലെ, ആ ഡോക്ടറുടെ പേഷ്യൻസിൻ്റെ എന്തായിരിക്കും? പ്രോഫിറ്റ് ആണോ, അതോ വെൽബീയിങ് ആണോ, അതോ ബെനിഫിറ്റ് ആണോ, അതോ അഡ്വാൻറ്റേജ് ആണോ എന്നതാണ് ചോദ്യം. ഒബ്വിയസ്ലി വിത്തൗട്ട് എനി ഡൗട്ട് വി ക്യാൻ ചൂസ് ഓപ്ഷൻ ബി അല്ലേ. പേഷ്യൻസിൻ്റെ വെൽബീയിങ് ആണ് എപ്പോഴും ഒരു ഡോക്ടറുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് വെൽബീയിങ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ.
അടുത്ത ക്വസ്റ്റ്യൻ സി സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദ ഗിവൻ വേർഡ്. ഓക്കെ, ആന്റണിം എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്കുകളെയാണ് നമ്മൾ ആന്റണിംസ് എന്ന് പറയുന്നത് അല്ലേ. സോ ദ ഗിവൻ വേർഡ് ഇസ് അബോളിഷ്. ഓക്കെ, അബോളിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതാക്കുക അല്ലേ. അബോളിഷ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ അബോളിഷ് എന്നുള്ള വാക്കിന് ആന്റണിം ആയിട്ട് വരുന്നത്, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ വേർഡ്സ് ആർ ഡിസോൾവ്, എബ്രോഗേറ്റ്, റീറ്റെയിൻ ആൻഡ് നള്ളിഫൈ. ഓക്കെ, അപ്പം ഇവിടെ ഡിസോൾവ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ പിരിച്ചുവിടുക ഇങ്ങനെയുള്ള അർത്ഥമാണുള്ളത് അല്ലേ. അപ്പോൾ അബോളിഷ് എന്നുള്ള വാക്കിന് സിനോണിമസ് ആയിട്ട് വരുന്ന വാക്കാണ് ഡിസോൾവ്. എബ്രോഗേറ്റ് മീൻസ് ഓൾസോ ദ സെയിം അല്ലേ. അബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റദ്ദാക്കുക എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അബ്രോഗേറ്റ് ദ ലോസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ലൈക്ക് ലോസ് റദ്ദാക്കുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, സോ ഡിസോൾവ് എന്നുള്ളതും അബ്രോഗേറ്റ് എന്നുള്ളതും അബോളിഷിൻ്റെ സിനണിമാണ്. സെയിം ഈസ് ട്രൂ ഫോർ നള്ളിഫൈ. ഓക്കെ, നള്ളിഫൈ എന്ന് പറഞ്ഞാലും ലൈക്ക് കാര്യമായിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക, ഓക്കെ, ലൈക്ക് ഇഗ്നോർ ചെയ്യുക, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് നള്ളിഫൈ എന്നുള്ള വാക്കിനുള്ളത്. സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് റീറ്റെയിൻ. ഓക്കെ, റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പം അബോളിഷ് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് റീറ്റെയിൻ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യനും ആന്റണിം കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. സോ ദ ഗിവൻ വേർഡ് ഇസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇലാസ്റ്റിസിറ്റി മീൻസ് ഇലാസ്തികത അല്ലെ, വലിച്ചു നീട്ടാനായിട്ട് പറ്റുന്ന കഴിവ്. ഓക്കെ, അപ്പം ഇതിന് ആന്റണിം ആയിട്ട് വരുന്നത് എന്ത്? അഡാപ്റ്റബിലിറ്റി ആണോ, അതോ ഫ്ലെക്സിബിലിറ്റി ആണോ, അതോ ഫ്ലൂയിഡിറ്റി ആണോ, അതോ റിജിഡിറ്റി ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എനിക്ക് മുന്നേ തന്നെ നിങ്ങൾ പറഞ്ഞു കാണും, നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് റിജിഡിറ്റി. ഓക്കെ, റിജിഡിറ്റി എന്ന് പറയുന്ന സമയത്ത് ഫ്ലെക്സിബിൾ അല്ലാത്ത അവസ്ഥ. ഓക്കെ, സോ ഇലാസ്റ്റിസിറ്റിയുടെ ആന്റണിം ആണ് റിജിഡിറ്റി. ബാക്കി മൂന്നും സിനണിംസ് ആണ്. ഓക്കെ, അഡാപ്റ്റബിലിറ്റി അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കഴിവ്, ഫ്ലെക്സിബിലിറ്റി ലൈക്ക് അതായത് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള കഴിവ് അല്ലെങ്കിൽ അഡാപ്റ്റബിൾ ആവാനായിട്ടുള്ള കഴിവ്. ഫ്ലൂയിഡിറ്റി ഓൾസോ മീൻസ് ദ സെയിം. ഓക്കെ, ഒഴുകുന്ന അവസ്ഥ. ആൻഡ് റിജിഡിറ്റി മീൻസ് നോട്ട് ഇലാസ്റ്റിക്. ഓക്കെ, നോട്ട് ഫ്ലെക്സിബിൾ. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. സി ഷീ ഹാസ് സം ലവ്ലി പീസസ് ഓഫ് ജ്വല്ലറി. ഓക്കെ, ഈ ജ്വല്ലറി എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് JEWALERY എന്നുള്ള വേർഡാണ്. ഇറ്റ് ഇസ് സ്ട്രോങ്. ഓക്കെ, ഇത് മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് വരുന്ന ജ്വല്ലറി എന്നുള്ള വാക്ക് ഏതാണ് എന്നതാണ് ചോദ്യം. So it is option D, that is JEWELLERY. Okay, jewelry. And option A, B and C are wrong. Okay, option D is our answer, jewelry. Okay, now let's move on. അടുത്തത് ഫൈറ്റ് ഷൈ ഓഫ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ഫൈറ്റ് ഷൈ ഓഫ് ഇറ്റ് മീൻസ് ടു ഇൻവൈറ്റ് ആണോ? ഓക്കെ, ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നതിനെയാണോ ഫൈറ്റ് ഷൈ ഓഫ് എന്ന് പറയുന്നത്? ഓർ ടു ചാലഞ്ച് ചെയ്യുന്നതിനെയാണോ? ഓർ ടു പെർഫോം, ഓക്കെ, പ്രകടനം നടത്തുന്നതിനെയാണോ? ഓർ ടു അവോയ്ഡ്, ഓക്കെ, അവോയ്ഡ് ചെയ്യുന്നതിനെയാണോ എന്നതാണ് ചോദ്യം. ഓക്കെ, ഫൈറ്റ് ഷൈ അല്ലെ, ഷൈ എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ഹെസിറ്റേഷൻ ആണ് അല്ലേ. അപ്പോൾ ഹെസിറ്റേഷനെ ഫൈറ്റ് ചെയ്യാന്നുള്ളത് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്നത്, ഗസ് ചെയ്യാവുന്നത് എന്താ? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി അല്ലേ, ടു അവോയ്ഡ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നതും ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഇസ് to avoid. Okay, fight shy of എന്ന ഇഡിയത്തിന്റെ മീനിങ് to avoid എന്നതാണ്. Okay, now let's move on. So this is a synonym related question. Okay, same meaning ഏത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന വാക്ക് ഗെയർലെസ് എന്നുള്ളതാണ്. ഓക്കെ, സോ shall I ask you, are you careless എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗെയർലെസ് എന്നുള്ള വാക്കിന് മീനിങ് അറിയില്ലെങ്കിൽ നമ്മൾ ലൈക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് അല്ലേ. അപ്പോൾ ഗെയർലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ഇറ്റ് മീൻസ് ടോക്കറ്റീവ്. ഓക്കെ, നന്നായി സംസാരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഗെയർലെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ our answer is option D, that is talkative. ഓക്കെ, കൺസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ചുരുങ്ങിയ വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒന്നിനെയാണ് കൺസൈസ് എന്ന് പറയുന്നത്. ത്രോട്ടി എന്ന് പറഞ്ഞാലോ ഡീപ്പ് ആൻഡ് ഹസ്കി. ചില ആളുകളുടെ ശബ്ദം അങ്ങനെയായിരിക്കും അല്ലേ, ഡീപ്പ് ആൻഡ് ഹസ്കി ആയിരിക്കും. ഓക്കെ, അപ്പം അവരെ ത്രോട്ടി എന്നുള്ള ആ ഒരു ലൈക്ക് വേർഡ് വെച്ച് ഡിഫൈൻ ചെയ്യാം. അതുപോലെ ഗട്ടറൽ ഓൾസോ മീൻസ് ദ സെയിം. ഓക്കെ, ത്രോട്ട് എന്ന് വരുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ ഗട്ടറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡീപ്പായിട്ടുള്ള സൗണ്ട്സ്. ഓക്കെ, സോ ഇവിടെ ഗെയർലെസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് അല്ലെങ്കിൽ സിനണിം ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് talkative. Okay,
Now we are moving on to the last section of this session, and that is a cloze test. Okay, ഇനി നമുക്കുള്ളതൊരു ക്ലോസ് ടെസ്റ്റ് ആണ്. ഓക്കെ, ക്ലോസ് ടെസ്റ്റിൽ ലൈക്ക് ഒരു പാരഗ്രാഫ് തന്നിരിക്കും, അതിൽ നമുക്ക് 5 ബ്ലാങ്ക്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം 5 ബ്ലാങ്ക്സും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ വെച്ച് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൊഹീറൻ്റ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് കിട്ടും. ഓക്കെ, നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. See, it is all about communication. Okay, communication plays a dash role in overall development of man. Okay, മനുഷ്യൻ്റെ ലൈക്ക് കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റിന്, ഓവറോൾ ഡെവലപ്മെൻറ്റിന്, ലൈക്ക് വികാസത്തിന് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലേ, കമ്മ്യൂണിക്കേഷൻ നല്ലൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ലേൺഡ് ബൈ അവർ ഡാഷ് എഫേർട്സ്. ഓക്കെ, നമുക്കത് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ പഠിക്കാനായിട്ട് സാധിക്കും? വിത്ത് അവർ എഫേർട്സ്, നമ്മുടെ എഫേർട്സ് കൊണ്ട് നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. Today, success in our professional life depends on a dash to read, write and speak well, which results in effective communication. Okay, നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും അല്ലേ. അപ്പം അതുവഴി നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് ഒരു സക്സസ് ആയിട്ട് മാറും. ഓക്കെ, നൗ barriers dash communication hinder the communication process. Barriers എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സ്ട്രക്ഷൻ അല്ലേ, തടസ്സങ്ങളെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷന് ബാരിയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ തന്നെ അത് ബാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡാഷ് ദീസ് ബാരിയേഴ്സ് so that the transmission of the message can be smooth. അപ്പം ട്രാൻസ്മിഷൻ ഓഫ് ദ മെസ്സേജ് സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാരിയേഴ്സിനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഓരോ ബ്ലാങ്ക്സ് ആയിട്ട് ഫിൽ ചെയ്യാനായിട്ട് നോക്കാം. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് blank and its options. Okay, see, communication plays a dash role in overall development of man എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്ത് റോളാണ്? വൈറ്റൽ റോളാണോ, ലൈഫ്ലെസ് റോളാണോ, ടോട്ടൽ റോളാണോ, അത് ബെറ്റർ റോളാണോ എന്നതാണ് ചോദ്യം. വൈറ്റൽ മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം എങ്ങനെയുള്ള റോളാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് കമ്മ്യൂണിക്കേഷൻ പ്ലേ ചെയ്യുന്നത് അല്ലേ, ഇൻ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻ. അപ്പം ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ഏതാ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് വൈറ്റൽ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ബ്ലാങ്ക്. സീ, അടുത്ത സെൻറ്റൻസ് വായിക്കാം. ഇറ്റ് ക്യാൻ ബി ലേൺഡ് ബൈ ആർ ഡാഷ് എഫേർട്സ്. നമുക്കത് എങ്ങനെയാണ് ലേൺ ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുക കമ്മ്യൂണിക്കേഷൻ? ബൈ ആർ ഡാഷ് എഫേർട്സ്. എങ്ങനെയുള്ള എഫേർട്സ് ആയിരിക്കണം? കോൺഷ്യസ് എഫേർട്സ് ആണോ, ഇമ്പോർട്ടൻറ്റ് എഫേർട്സ് ആണോ, കോൺട്രഡിക്ടറി എഫേർട്സ് ആണോ, അതോ അൺക്ലിയർ എഫേർട്സ് ആണോ എന്നതാണ് ചോദ്യം. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ബോധത്തോടു കൂടി നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്ന അല്ലേ, ഒന്നിനെയാണ് കോൺഷ്യസ് എഫേർട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിലോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത്, കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ ഒപ്പോസിങ് ആയിട്ടുള്ള, ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നതിനെയാണ് കോൺട്രഡിക്ടറി എന്ന് പറയുന്നത്. അൺക്ലിയർ എന്ന് പറഞ്ഞാലോ ക്ലാരിറ്റി ഇല്ലാത്തത്, ക്ലിയർ അല്ലാത്തത് എന്നർത്ഥം വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺഷ്യസ് എഫേർട്സ് എന്ന് വേണം വരാനായിട്ട്. കോൺഷ്യസ് ആണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈക്ക് വേർഡ്. സോ our answer is option A. Okay, now let's see the next blank. Now today, success in our professional life depends on our dash to read, write and speak well, which results in effective communication എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻകപ്പാസിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് ആണോ, വെറൈറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് ആണോ, എജിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് ആണോ, അതോ എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് ആണോ എന്നതാണ് ചോദ്യം. ഒബ്വിയസ്ലി വി ഓൾ നോ അല്ലേ, എബിലിറ്റി ടു റീഡ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്റി ടു ഡു സംതിങ് അല്ലേ. അപ്പം എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് വെൽ എന്ന് വേണം ഇവിടെ വരാനായിട്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, and let's move on to the fourth blank. See, barriers dash communication hinder the communication process എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏത് preposition വേണം നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് എന്ന് നോക്കാം. barriers by communication എന്ന് വരുമോ, barriers from communication എന്ന് വരുമോ, barriers to communication എന്ന് വരുമോ, barriers against communication എന്ന് വരുമോ എന്നതാണ് ചോദ്യം. Obviously it is option C, that is 2 അല്ലേ. barriers to communication, കമ്മ്യൂണിക്കേഷനുള്ള ലൈക്ക് ബാരിയേഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് ടു എന്നുള്ള പ്രപ്പോസിഷനാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സോ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് വരും. സോ our answer is option C. And here is the last blank. It is very important to dash these barriers so that the transmission of the message can be smooth. അപ്പം മെസ്സേജിൻ്റെ ട്രാൻസ്മിഷൻ സ്മൂത്ത് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We need to strengthen these barriers ആണോ, we need to succeed these barriers ആണോ, we need to overcome these barriers ആണോ, we need to create these barriers ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഈ ബാരിയേഴ്സ് ഇല്ലാതാക്കണം അല്ലേ, അവയെ മറികടക്കണം. അപ്പം അങ്ങനെ ഒരു മീനിങ് കിട്ടാനായിട്ട് we need to choose option C, that is overcome. Okay.
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് ഏകദേശം ലൈക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇനി വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. സ്പോട്ട് ദ എറർ, അതുപോലെ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ സിനോണിംസ്, ആൻറ്റോണിംസ്, അതുപോലെ ഇഡിയംസ്, ഇങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണെങ്കിൽ ചെയ്യുക. പ്രാക്ടീസിന് യാതൊരു കുറവും വരുത്തരുത്. ബിക്കോസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, യു നോസ് ഇറ്റ് അല്ലേ. അപ്പം ദ തിങ് ഈസ് ലൈക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഈ പാറ്റേൺ നോക്കി പോവുക. ഈ പാറ്റേൺ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാനായിട്ട് പോകുന്നത് ഇനി വരുന്ന ഷിഫ്റ്റുകളിലും. സോ ലൈക്ക് ഗോ ത്രൂ ദീസ് ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് സിമിലർ ക്വസ്റ്റ്യൻസ് ആൻഡ് ലെറ്റ് മീ വിഷ് യു ഓൾ ബെസ്റ്റ് വിഷസ്. ഓക്കെ, ഇനി എക്സാം എഴുതാനായിട്ട് പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, സോ താങ്ക് യു so much for your patient listening. So this is Shweta signing off. Happy learning.